ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മാധ്യമങ്ങൾ കാണുകയാണ് തത്സമയം. BJP ബദൽ അയ്യപ്പ സംഗമം അടക്കം സംഘടിപ്പിക്കുന്നു. അപ്പോൾ ഈ കോടതി വിധിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അവരുമായി വീണ്ടും അഭിപ്രായ ഐക്യത്തിന് വേണ്ടി ആരായുമോ, അവരെക്കുറിച്ച് ക്ഷണിക്കുമോ, പ്രതിപക്ഷ നേതാവിനെ വീണ്ടും കാണുമോ, പ്രതിപക്ഷ നേതാവിനെ അവിടെ പോയി തന്നെ നേരിട്ട് ക്ഷണിക്കുമോ? വേണ്ടി വന്നാൽ ഞങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നതിന് ഞങ്ങൾക്ക് വേറൊരു ബുദ്ധിമുട്ടുമില്ല. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. കാരണം ഞങ്ങൾക്കിതിൽ ശബരിമലയുടെ വികസനം മാത്രമാണ് ഞങ്ങളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം. അതുകൊണ്ട് എല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്നുള്ളതാണ് ദേവസ്വം ബോർഡിന് വേണ്ടി അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. ഒരുക്കങ്ങൾ നന്നായി പോകുന്നു. ഇപ്പോൾ തന്നെ ഏതാണ്ട് 5000-ഓളം പേര് നമ്മുടെ വെബ്സൈറ്റ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് 15-ാം തീയതി വരെ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു സ്ക്രൂട്ടനൈസേഷൻ വേണം. പിന്നെ എല്ലാവരെയും വിശിഷ്ട വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും 2 മന്ത്രിമാർ, അവിടുത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കർണാടകത്തിൽ നിന്നും 2 മന്ത്രിമാർ പങ്കെടുക്കുമെന്നത് ഇന്നും നാളെയും കൊണ്ടത് കൺഫേം ചെയ്യാൻ സാധിക്കും. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ പങ്കെടുപ്പിക്കുവാൻ ദേവസ്വം ബോർഡ് പരിശ്രമിക്കുകയാണ്. അതിനുള്ള പരിശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോടതി പറഞ്ഞൊരു കാര്യം, അവിടെ വളരെ സുതാര്യമായും വേണം ഇത് സംഘടിപ്പിക്കാൻ. അതങ്ങനെ തന്നെ സംഘടിപ്പിക്കും. അവിടുത്തെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും പിന്നെ ഈ അയ്യപ്പ സംഗമം കൊണ്ടുണ്ടാകരുത്. അതെല്ലാം കോടതി എന്താണോ പറഞ്ഞത് അതെല്ലാം തന്നെ പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ ഈ അയ്യപ്പ സംഗമവുമായി ഞങ്ങൾ ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അപ്പം ഈ പറഞ്ഞിട്ടുണ്ട് ബോർഡിന്റെ പൈസ എടുത്തായിരിക്കില്ല ചെയ്യുക, സ്പോൺസർഷിപ്പിലൂടെ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ സ്പോൺസർമാരൊക്കെ ബോർഡ് കണ്ടെത്തിയിരുന്നത്? ആരൊക്കെയാണ് മുന്നോട്ട് വന്നത്? പണം നടത്തുന്നതിനെ സംബന്ധിച്ച് അല്ല, ഒരുപാട് സ്പോൺസർമാർ നമുക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ബാങ്കുകളൊക്കെ തന്നെ ഇല്ലേ. അപ്പോൾ ആ ബാങ്കുകളുണ്ട്. അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട ഈവൻറ്റുമായി ഭഗവാനിൽ സമർപ്പിക്കുവാൻ വേണ്ടി ഒട്ടേറെ ആളുകൾ എത്തിയിട്ടുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഇതിന് അത് പരിശോധിച്ച് എന്തായാലും സുതാര്യമായി കോടതി പറഞ്ഞ പോലെ, അല്ലെങ്കിൽ തന്നെയും ഞങ്ങൾ സുതാര്യമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഞങ്ങൾക്കിവിടെ ആഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് സുതാര്യമായി മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. വളരെ സുതാര്യമായി തന്നെ കോടതി എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ അത് കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. എത്ര രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നത്? ഞങ്ങളിപ്പോൾ ഓരോ കാര്യങ്ങളിൽ നോക്കുക. ഇപ്പം ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടും ആഹാരവും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ബഡ്ജറ്റായി വരുന്നതേ ഉള്ളൂ. വിവിധ കമ്മിറ്റികൾ നമുക്കൊരു ബഡ്ജറ്റ് തന്നാലല്ലേ അത് ആകെ കൂടി പറയാൻ സാധിക്കുകയുള്ളൂ. ഹൈക്കോടതി വിധി ബോർഡിന് അനുകൂലം എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ ആഗോള അയ്യപ്പ സംഗമം നടത്തുമെന്നും അദ്ദേഹം പറയുകയാണ്.